ഹലോ ഗുഡ് മോർണിംഗ് വ്യൂയേഴ്സ് ഗുഡ് ടു സീ യു അഗെയിൻ. ഇന്നലെ ഈ ബ്ലൂംബർഗ് നമ്മളെ ഇന്ത്യയിൽ നടന്ന AI ഇമ്പാക്ട് സബ്മിറ്റിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കയോട്ടിക് ആൻഡ് ക്ലൗട്ട് എന്നാണ്. എന്തുകൊണ്ടാണ് ബ്ലൂംബർഗ് ഈ ഇവൻറ്റിന് കയോട്ടിക് ആൻഡ് ക്ലൗട്ട് എന്ന് പറയുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ കൊണ്ട് ഏഷ്യാഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് ഓർഗനൈസേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തോ വേൾഡിലുള്ള ഡെലിഗേറ്റ്സിൽ അവിടെ വരുമ്പം അതൊരു നല്ലൊരു ഓർഗനൈസ്ഡ് വേയിൽ കണ്ടക്ട് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ ആലോചിക്കുക, നമ്മുടെ അബുദാബിയിലൊക്കെ എഡ്നെക് എക്സിബിഷനും ജൈടെക്സ് ഒക്കെ ഇവർ ഹൈലി പ്രൊഫഷണലി ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് വേയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന് അതുപോലും സാധിക്കുന്നില്ല എന്ന് കഷ്ടം തോന്നി. കാരണം അവർ പറഞ്ഞ പ്രധാന കാരണം എന്ന് വെച്ചാൽ, ബ്ലൂംബർഗ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് ഓപ്പണിംഗ് സമയത്ത് അവിടെ നെറ്റ്വർക്ക് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, വൈഫൈ നെറ്റ്വർക്ക്സ് ഉണ്ടായിരുന്നില്ല, ഒരു ലോജിസ്റ്റിക് ഫെയിലർ ആയിരുന്നു. അതെന്താ കാരണം വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവരെ രജിസ്ട്രേഷൻ സിസ്റ്റംസ് കംപ്ലീറ്റ് ഫെയിലർ ആയിരുന്നു. QR കോഡ് സ്കാനേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഫുഡ് സ്റ്റോൾസിൽ എവിടെയും ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI പേയ്മെൻറ്റോ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, എല്ലാം ക്യാഷ് വേണമെന്ന് പറയുന്നത്. പിന്നെ ക്രൗഡ് മാനേജ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിരുന്നില്ല. ഏകദേശം 70,000 ആൾക്കാർ അറ്റൻഡൻസ് വന്ന സമയത്ത് ഇവർ ഗ്രേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് വലിയ വലിയ ഡെലിഗേറ്റ്സിനോടും സ്പീക്കേഴ്സിനോടൊക്കെ ലോങ് ക്യൂവിൽ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതുപോലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അതിലിടക്ക് വന്നു. അതിനുശേഷം എന്ന് വെച്ചാൽ ഇവരെല്ലാ ഹാളും ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞു, എക്സിബിറ്റ് ചെയ്യുന്ന കൂട്ടോട്. അപ്പോൾ സ്റ്റാളിലുള്ള കൂട്ടരൊക്കെ ഇവാക്യുവേറ്റ് ചെയ്തു. ആ സമയത്ത് നടന്നു വെച്ചാൽ അതിലും ഷെയിംഫുൾ ആ സംഗതി. സ്റ്റാളിലുള്ള പല സംഗതികൾ മിക്കവാറും പാറ്റൻറ്റഡ് ആയിട്ടുള്ള AI വേറബിൾസ് ഒക്കെ കള്ളന്മാർ കട്ടുകൊണ്ടുപോയിരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞതൊരു കാര്യം, നിയോ സാപ്പി എന്നൊരു കമ്പനീൻ്റെ ഈസ് പാറ്റൻറ്റഡ് AI വേറബിൾസ് ആർ സ്റ്റോളൻ ഫ്രം ഹിസ് ബൂത്ത് എന്ന് കംപ്ലയിൻറ്റ് വന്നു. വേറൊരു ഷെയിംഫുൾ സംഗതി എന്ന് വെച്ചാൽ, ഗാലഗോട്ടിയ യൂണിവേഴ്സിറ്റി ഒരു UP-യിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അത് ഒരു ചൈനീസ് റോബോ ഡോഗിനെ കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്തു, കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ. പക്ഷേ അതേ സമയത്ത് ഇതെല്ലാവർക്കും മനസ്സിലായി ഒരു ചൈനീസ് കമ്പനി യൂണിട്രീൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വിഡ്രോ ചെയ്യേണ്ടി വന്നു. ഇതൊരു ഹെവിലി PR ഹെവി പ്രൊമോഷൻ പ്രൈം മിനിസ്റ്റർ പ്രൊമോട്ട് ചെയ്യാനെന്നെല്ലാം പറയുന്നു. പിന്നെ വേറെ പറഞ്ഞ ഹൈലി സെലിബ്രിറ്റീസ് ലൈക്ക് മുകേഷ് അംബാനി അല്ലെങ്കിൽ സുന്ദർ പിച്ചായ് ഇതുപോലത്തുള്ള ആൾക്കാർക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു വേദിയായിരുന്നത്. ശരിക്കുള്ള ഡെവലപ്പേഴ്സിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്ന് പറയുന്നത് അത് വേറൊരു കാര്യം. പിന്നെ ബിൽ ഗേറ്റ്സ് വരുന്നുള്ള വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അവസാനം ബിൽ ഗേറ്റ്സ് വരുന്നില്ല എന്നുള്ളൂ. ഇതെല്ലാം കൊണ്ട് അവസാനം ഷെയിംഫുള്ളായിട്ട് സംഗതി എന്ന് വെച്ചാൽ, കുറേ ആൾക്കാർ യൂത്ത് കോൺഗ്രസിൻ്റെ ആൾക്കാർ ഈ ഷർട്ട്ലെസ് പ്രൊട്ടസ്റ്റ് ചെയ്ത് കളഞ്ഞു. അത് വേൾഡ് ലീഡേഴ്സും വേൾഡിലുള്ള എല്ലാ മീഡിയസും കണ്ടു. അത് നാണക്കേടായിപ്പോയി. പക്ഷേ ഇതിൽ ആകെ കിട്ടിയ കാര്യം വെച്ചാൽ 100 ബില്യൻ്റെ പ്ലഡ്ജ് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യ ജോയിൻറ്റ് US ലീഡ് പാക് സിലിക്ക ഇനീഷ്യേറ്റീവ് കിട്ടിയ 2 കാര്യം പറഞ്ഞു. അവസാനം